ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക് ടോക്സ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബബിൾ സോർട്ട് അൽഗോരിതം ആണ്. സോ എന്താണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അറേഞ്ചിങ് എലമെന്റ്സ് ഇൻ എ സ്പെസിഫിക് ഓർഡർ, ടിപ്പിക്കലി ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഫോർ എക്സാമ്പിൾ നോക്കി, അൺസോർട്ടഡ് അറേ ആണിത്. അതിനെ സോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ചെയ്യാം. അതിന് ഡിഫറെൻറ്റ് ആൽഗോരിതംസ് ഉണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആൽഗോരിതമാണ് ബബിൾ സോർട്ടിംഗ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വിൽ റിപ്പീറ്റഡ്ലി കമ്പയർ അഡ്ജസൻറ്റ് എലമെന്റ്സ് ആൻഡ് സ്വാപ്പ് ദം ഇഫ് ദേ ആർ ഇൻ റോങ് ഓർഡർ. നിയർ ബൈ എലമെന്റ്സ് കമ്പയർ ചെയ്യും. കറക്റ്റ് ഓർഡറിലല്ല എന്നുണ്ടെങ്കിൽ സ്വാപ്പ് ചെയ്യും. ഓർഡറിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അഡ്ജസൻറ്റ് പെയർ പിക്ക് ചെയ്യും, അത് കമ്പയർ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകും. ഫൈനലി നമുക്ക് സോർട്ടഡ് അറേ കിട്ടും, നമ്മുടെ റിക്വയർഡ് അറേ കിട്ടും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതൊരു അൺസോർട്ടഡ് അറേ ആണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് എലമെന്റ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ നെക്സ്റ്റ് വൺ. അഡ്ജസൻറ്റ് പെയർ എടുത്തു, ഫസ്റ്റ് എലമെന്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ്. ദെൻ കമ്പയർ ചെയ്യും. നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഇതാണ്: ഇഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ നെക്സ്റ്റ് വൺ, സ്വാപ്പ് ദം. ഇനി സ്വാപ്പ് ചെയ്യുക. സ്വാപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പെയർ എടുക്കുക. നെക്സ്റ്റ് പെയർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് എലമെന്റ്സ് കമ്പയർ ചെയ്യുക ആൻഡ് സ്വാപ്പ് ഇറ്റ് ഇഫ് നീഡഡ്. കറക്റ്റ് ഓർഡറിലല്ല എന്നുണ്ടെങ്കിൽ സ്വാപ്പ് ചെയ്യുക. ആൻഡ് കണ്ടിന്യൂ ദിസ് പ്രോസസ് അൻറ്റിൽ ദ എൻഡ് ഓഫ് ദ അറേ. ഇതാണ് ഫസ്റ്റ് പാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസിൽ ഡിഫറെൻറ്റ് കമ്പാരിസൺസ് ഉണ്ടായിരുന്നു. കമ്പയർ ചെയ്ത് എൻഡ് ഓഫ് ദ അറേ വരുമ്പോൾ ലാസ്റ്റ് എലമെന്റ് വിൽ ബി ദ ലാർജസ്റ്റ് എലമെന്റ് ഇൻ ദ അറേ. ആ ലാസ്റ്റ് വരുന്നതാണ് ലാർജസ്റ്റ് എലമെന്റ്. അപ്പോൾ ഫസ്റ്റ് പാസിൽ തന്നെ ലാർജസ്റ്റ് എലമെന്റ് കിട്ടി, അത് ലാസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എലമെന്റ് കറക്റ്റ് ഓർഡറിൽ വന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല, എൻ്റെ അറേ സോർട്ട് ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അഗെയിൻ ഫസ്റ്റ് എലമെന്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ് എടുക്കുക, അതായത് സെക്കൻഡ് പാസിലോട്ട് പോയി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. റിപ്പീറ്റ് ദ പ്രോസസ് ഫോർ ദ റിമൈനിങ് അൺസോർട്ടഡ് പോർഷൻ ഓഫ് ദ അറേ. വീണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് സോർട്ടഡ് എലമെന്റ്സ് അവോയ്ഡ് ചെയ്യാം. ലാസ്റ്റ് എലമെന്റ് ഓൾറെഡി സോർട്ടഡ് ആണല്ലോ. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സെക്കൻഡ് പാസ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് പാസ് കംപ്ലീറ്റ് ആകുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് കറക്റ്റ് ഓർഡറിൽ വന്നു. ഇനി നെക്സ്റ്റ് പാസ് വീണ്ടും കമ്പയർ ചെയ്യുക. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകണം. എല്ലാ പാസസും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു സോർട്ടഡ് അറേ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര പാസസ് വേണ്ടി വരും? നമ്പർ ഓഫ് എലമെന്റ്സ് n ആണെന്നുണ്ടെങ്കിൽ മാക്സിമം n-1 പാസസ് ആർ റിക്വയർഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പാസസ് സെറ്റ് ചെയ്യണം, നമ്പർ ഓഫ് പാസസ്. ദെൻ ഓരോ പാസിനും കമ്പാരിസൺസ് വരുന്നുണ്ട്. അഡ്ജസൻറ്റ് എലമെന്റ്സ് കമ്പയർ ചെയ്യണം. അതിന് മറ്റൊരു ലൂപ്പ് യൂസ് ചെയ്യാം. ഇപ്പോൾ പാസ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർ ലൂപ്പ് വേണം. ആ ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ഫോർ ലൂപ്പ് കൂടി ഇൻസെർട്ട് ചെയ്യണം. അതെന്തിനായിരിക്കും? ഒരു പാസിനകത്ത് തന്നെ ഡിഫറെൻറ്റ് കമ്പാരിസൺസ് വരുന്നുണ്ട്. അഡ്ജസൻറ്റ് സെൽസ് കമ്പയർ ചെയ്യണം. എനിവേ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് പ്രോഗ്രാം ചെയ്താലോ? ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റിജർ ടൈപ്പ് അറേ ARR. ഇപ്പോൾ ഡിഫോൾട്ട് സൈസ് കൊടുക്കുകയാണ് 100. മാക്സിമം സൈസ് 100. ദെൻ അതർ വേരിയബിൾസ് n. ദെൻ ലൂപ്സിന് വേണ്ടിയിട്ട് I and j. മറ്റൊരു ടെമ്പററി വേരിയബിൾ കൂടി കൊടുക്കുകയാണ്, ടെമ്പ്. നമുക്ക് സ്വാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡയറക്റ്റായിട്ട് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് മിസ്സാവും. അപ്പോൾ സ്വാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ടെമ്പററി വേരിയബിൾ കൂടി യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാം. ആദ്യമേ തന്നെ അറേയുടെ സൈസ് അക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം: പ്രോംപ്റ്റ് printf enter the number of elements. then size accept ചെയ്യുക.
scanf %d, comma, address of variable n. The number of elements accept ചെയ്തു. Then സൈസിനനുസരിച്ച് 1 by 1 ആയിട്ട് ഓരോ എലമെന്റ്സും അക്സെപ്റ്റ് ചെയ്യാം. This input the array elements. പ്രോംപ്റ്റ് കൊടുക്കാം printf enter n elements ആണ്. അപ്പം ഇങ്ങനെ കൊടുക്കാം %d elements. ന്യൂ ലൈൻ ആയിട്ട് കൊടുക്കാം /n, കോമ, വേരിയബിൾ n. അപ്പോൾ എൻ്റെ സൈസ് ആയിരിക്കും %dക്ക് പകരം വരിക. ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുക എൻ്റെ 5 elements. പ്രോംപ്റ്റ് കൊടുത്തു. ഇനി n elements അക്സെപ്റ്റ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ i is equal to 0 സെമിക്കോണൻ i less than n സെമിക്കോണൻ i പ്ലസ് പ്ലസ് 1 by 1 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനാണ്. ഒരു 1 dimensional array ആണ്. അക്സെപ്റ്റ് ചെയ്യുക scanf %d, കോമ, അഡ്രസ് ഓഫ് array arr of i, ഇൻഡെക്സ് i. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ എലമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യും, അറേയിൽ സേവ് ചെയ്യും. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ സ്റ്റേജ് സോർട്ട് ചെയ്യുക, ബബിൾ സോർട്ട് അൽഗോരിതം. നെസ്റ്റഡ് ലൂപ്പ് വേണം. ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഫോർ i is equal to 0 സെമിക്കോളൻ i less than n minus 1 അപ് ടു n minus 1 പാസസ് ആണ് വേണ്ടത്. അത് ആദ്യമേ തന്നെ പാസസ് സെറ്റ് ചെയ്യാണ്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് i ലെസ് ദാൻ n minus 1 എന്ന് കൊടുത്തത്. മാക്സിമം അപ് ടു n minus 1 പാസസ് സെമിക്കോളൻ i പ്ലസ് പ്ലസ്. ദെൻ ഇന്നർ ലൂപ്പ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനദർ ലൂപ്പ് ഫോർ j equal to 0 j less than n minus 1 സെമിക്കോളൻ j പ്ലസ് പ്ലസ്. ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാം. അത് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓരോ കമ്പാരിസൺസ് വരുന്നുണ്ട്. കണ്ടീഷൻ കൊടുക്കാം, കമ്പയർ ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുക്കാം. ഇഫ് നെയ്ബർ എലമെന്റ്സ് അല്ലേ കമ്പയർ ചെയ്യാനുള്ളത്, ഇങ്ങനെ കൊടുക്കാം array of arr of j greater than the next element array of j plus 1. അതായത് 2 elements എടുത്തു, നിയർ ബൈ ആയിട്ടുള്ള 2 elements എടുത്തു, array of j and next element array of j plus 1. jയുടെ വാല്യൂ 0 വരികയാണെന്നുണ്ടെങ്കിലോ array of 0 greater than array of 1 j plus 1 1. ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് പോവും. അതിനനുസരിച്ച് അഡ്ജസൻറ്റ് പേഴ്സ് കമ്പയർ ചെയ്യും. ദെൻ കമ്പയർ ചെയ്തിട്ട് സ്വാപ്പ് ചെയ്യണം. കറക്റ്റ് ഓർഡറിലല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഓർഡറിലല്ല, സ്വാപ്പ് ചെയ്യണം. ഇങ്ങനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു വേരിയബിൾ കൂടി എടുത്തത്, ടെമ്പററി വേരിയബിൾ. ഇങ്ങനെ കൊടുക്കാം m ഈക്വൽ ടു array of j. അതായത് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും നമ്മൾ സ്വാപ്പ് ചെയ്യണം. ഡയറക്റ്റായിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ടെമ്പററി വേരിയബിളിൽ കൊടുത്തു, അസൈൻ ചെയ്തു. നെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കാം array of j ഈക്വൽ ടു array of j പ്ലസ് 1. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ടെമ്പററി വേരിയബിൾ കൊടുത്തതിന് ശേഷം സെക്കൻഡ് എലമെൻറ്റ്, അതായത് array of j പ്ലസ് 1 ഈസ് അസൈൻ ടു ദ പൊസിഷൻ array of j. സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിൻ്റെ പൊസിഷനിലോട്ട് വന്നു. ഇനി എന്തുകൂടി കൊടുക്കാം, ടെമ്പററി വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പർ സെക്കൻഡ് പൊസിഷനിലോട്ട് മാറ്റാം. array of j plus 1 ഈക്വൽ ടു temp. സ്വാപ്പ് ചെയ്തു. ഇനി അത് എന്ത് ചെയ്യാം, ഇപ്പോൾ സോർട്ട് ചെയ്ത് എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, സോർട്ടഡ് അറേയിൽ തന്നെയാണ് ഉണ്ടാവുക. ആ ഒരു ഡീഫോൾട്ട് അറേയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അത് പ്രിൻ്റ് ചെയ്യണം. സോർട്ടഡ് അറേ ഇതാണ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ കൊടുക്കാം printf sorted array in ascending order. ന്യൂ ലൈൻ ആയിട്ട് പ്രിൻ്റ് ചെയ്യാം /n. നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. നേരത്തെ യൂസ് ചെയ്ത ഫോർ ലൂപ്പ് എന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം.
അവിടെ സ്കാൻഎഫിന് പകരം പ്രിന്റ് എഫ് യൂസ് ചെയ്യാം. 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്യാനാണല്ലോ. പ്രിന്റ് എഫ് %d then ഒരു സ്പേസ് കൂടി കൊടുക്കാം. ഓരോ എലമെന്റ് പ്രിന്റ് ചെയ്തിട്ട് സ്പേസ് കൊടുക്കാം. സ്പേസ് കോമ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ മാറ്റാം. പ്രിന്റ് ചെയ്യാനാണല്ലോ. array of I then return 0 എൻഡ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് എലമെന്റ്സ് 6 എന്ന് കൊടുക്കുകയാണ്. ഒരു റാൻഡം ആയിട്ട് എലമെന്റ്സ് കൊടുക്കാം. -1 0 89 23 45 and 60. കണ്ടോ, കറക്റ്റ് ഓർഡറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണ്. ദെൻ ഈ ഒരു പ്രോഗ്രാമിനെ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആക്കാം, ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം. നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഓരോ പാസിന് ശേഷവും ലാസ്റ്റ് വരുന്ന എലമെന്റ് കറക്റ്റ് പൊസിഷനിലായിരിക്കും. ഒരു പാസിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ലാസ്റ്റിൽ സോർട്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് പാസിന് ശേഷം ലാർജസ്റ്റ് എലമെന്റ് കറക്റ്റ് ഓർഡറിൽ വരും. സെക്കൻഡ് പാസിന് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് കറക്റ്റ് ഓർഡറിൽ വരും. അപ്പോൾ ഓരോ പാസിന് ശേഷവും കമ്പാരിസൺസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പാസസിനനുസരിച്ചാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നർ ലൂപ്പ് ഒന്ന് മോഡിഫൈ ചെയ്യാം. ഓരോ പാസിന് ശേഷവും പാസിനനുസരിച്ച് നമ്പർ ഓഫ് കമ്പാരിസൺസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. n-1 പകരം കമ്പാരിസൺസിൻ്റെ അവിടെ n-1 പകരം ഇങ്ങനെ കൊടുക്കുകയാണ് n-i-1. ഐ എന്തായിരുന്നു? പാസസ് സെറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് അല്ലേ. ഓരോ പാസിന് ശേഷവും നമ്പർ ഓഫ് കമ്പാരിസൺസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പാസിനനുസരിച്ച് നമ്പർ ഓഫ് കമ്പാരിസൺസിൽ ചേഞ്ച് വന്നു. നമുക്കിങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം. ദെൻ ഇനിയൊരു കേസ് കൂടിയുണ്ട്. ഇൻ സം കേസ് എല്ലാ പാസസും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഓൾറെഡി ഒരു അറേ സോർട്ടഡ് ഓർഡറിലായിരിക്കും. ഓൾറെഡി സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും സ്വാപ്പ് ചെയ്യുന്നത്? എഗെയിൻ കമ്പയർ ചെയ്യുന്നത് എന്തിനാണ്? വെറുതെ കമ്പയർ ചെയ്യണ്ടല്ലോ. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. ഫ്ലാഗ് വേരിയബിൾ സാപ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ എടുത്തു. ആ ഒരു ഫോർ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനിഷ്യലൈസ് ചെയ്തു. ഇൻറ്റ് സാപ്റ്റ് ഈക്വൽ ടു 0. ഇനിഷ്യലി 0 സെറ്റ് ചെയ്തു. അതിൻ്റെ മീനിങ് ഇതാണ്, ഓരോ പാസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാപ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിരിക്കും. റീസെറ്റ് ചെയ്തു. റീസെറ്റ് ടു 0. ദെൻ ഓരോ പാസിലും ഡിഫറെൻറ്റ് കമ്പാരിസൺസ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു സ്വാപ്പിംഗ് എങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സാപ്പിൻ്റെ വാല്യൂ 1 ആക്കുകയാണ്. അപ്പം ഇങ്ങനെ കൊടുക്കാം. ആഫ്റ്റർ ദ സ്വാപ്പ് സാപ്പിൻ്റെ വാല്യൂ 1 ആക്കുകയാണ്. സാപ്റ്റ് ഈക്വൽ ടു 1. ഇപ്പോൾ ഒരു പാസിൽ തന്നെ ഡിഫറെൻറ്റ് കമ്പാരിസൺസ് ഉണ്ടാവും. ഒരിക്കലെങ്കിലും സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ സാപ്പിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറും. ഫൈനലി ഒരു പാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ കമ്പാരിസൺ ലൂപ്പ് എൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൊടുക്കാം. ഇഫ് സാപ്റ്റ് ഈക്വൽ ടു 0. എപ്പോഴായിരിക്കും സാപ്പിൻ്റെ വാല്യൂ 0 വരുന്നത്? കമ്പയർ ചെയ്ത് സാപ്പിംഗ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ, എല്ലാം കറക്റ്റ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ സാപ്പിൻ്റെ വാല്യൂ സ്റ്റിൽ 0 ആയിരിക്കില്ലേ. ഇപ്പോൾ ഒരു പാസിന് ശേഷം നമുക്ക് സാപ്പ് ചെയ്യേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ദ അറേ ഈസ് ഓൾറെഡി സോർട്ടഡ്. ഇനി വീണ്ടും നമുക്ക് കമ്പയർ ചെയ്യണ്ടല്ലോ, അടുത്ത പാസിലോട്ട് പോകണ്ട. അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ലൂപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ബ്രേക്ക് കീവേഡ് കൊടുക്കാം. ഇഫ് സാപ്റ്റ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്. കണ്ടോ, നമ്മുടെ പ്രോഗ്രാം ഒന്നുകൂടി എഫിഷ്യൻ്റ് ആക്കി. ഇങ്ങനെ എഫിഷ്യൻ്റ് ആക്കുന്നതിനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കൂടും, സ്പീഡ് കൂടും. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4. നമ്പർ കൊടുക്കുകയാണ് 0 10. സെയിം എലമെൻറ്റ്സ് തന്നെ കൊടുത്തു നോക്കാം. അഗെയിൻ 10 25. കണ്ടോ, കറക്റ്റ് ഓർഡറിൽ സോർട്ട് ചെയ്തു. 0 10 10 25. നമ്മുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ഒപ്റ്റിമൈസും ചെയ്തിട്ടുണ്ട്.
ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള സോർട്ടിംഗ് ആണ്, സോർട്ടിംഗ് മെക്കാനിസം. ഡിഫറെൻറ്റ് അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ലോജിക്ക് വളരെ സ്ട്രെയിറ്റ് ആണ്. ബട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല, കൂടുതൽ ടൈം എടുക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടുന്ന അനുസരിച്ച് നമ്പർ ഓഫ് പാസസ് കൂടും, നമ്പർ ഓഫ് കമ്പാരിസൺസ് ഇൻക്രീസ് ചെയ്യും, നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടുന്ന അനുസരിച്ച് സ്ലോ ആവും. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക, തനിയെ കോഡ് ചെയ്ത് പഠിക്കുക, റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത ക്ലാസ്സിൽ സ്ട്രിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.